ഹലോ, ഞാൻ അനിക്കിതേനെ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്യുന്നതിൻ്റെ, സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ, മറ്റേ കോട്ട് കോളർ ഉണ്ടല്ലോ അതാണ്. പക്ഷെ ഞാൻ ബാക്കിലായിട്ട് കോളർ കൊടുത്തിട്ടില്ല. അതിൻ്റെ ഈ ഒരു സംഭവം മാത്രം, ഈ ഒരു ചിറക് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഈ ഒരു മെറ്റീരിയലിനെ പറ്റി എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്ന ഒരു മെറ്റീരിയലായിരുന്നു. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ക്രിസ്മസ് ടൈമിലായിരുന്നു, കഴിഞ്ഞ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു ഞാൻ ഈ ഒരു ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ എൻക്വയറി എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. ഇത് ഇവിടുന്ന് വാങ്ങിച്ചേ, ഇനി ഞങ്ങൾക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നൊരു ഒരു മെറ്റീരിയലാണ്. എൻ്റെയും പേഴ്സണൽ ഫേവറേറ്റാണ്. നല്ല മെറ്റീരിയലാണ്. ഞാനിതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കഴുകിയത്. അപ്പം പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്ന മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മെറ്റീരിയലുമാണ്. നല്ല ഈ ഒരു വർക്ക് വന്നപ്പോഴത്തേക്കിന് ഈ ഒരു ഭംഗി കൂടുതലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രൊഫഷണലി ഞാൻ സ്റ്റിച്ചിങ് കാര്യങ്ങളൊന്നും പഠിച്ചൊരു വ്യക്തിയല്ല. ഞാനും ഈ യൂട്യൂബ് കാര്യങ്ങളൊക്കെ കണ്ടാണ് ഞാൻ ഇതുപോലെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിച്ച് വേണം കാണാനായിട്ടും. ഇനി എന്താ പറയണ്ടേ, ഇനി പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനായിട്ടില്ല. എന്നെ സംബന്ധിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നതിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ബട്ട് പുറമേ അത് വരുന്നില്ല. ഭയങ്കര രീതിയിലുള്ള മടിയാണ് എനിക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് ഞാൻ ആലോചിക്കും, ഇന്ന് ലോങ് വീഡിയോ ഇടണം, ഷോർട്ട് വീഡിയോ ഇടണം, 1 അല്ല 2 ഷോർട്ട് വീഡിയോ ഇടണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്. എൻ്റെ ഫോണിലാണ് വീഡിയോസും അതുപോലെ കിടപ്പുണ്ട്. ഞാൻ വീഡിയോസ് എല്ലാം ചെയ്തിടുന്നുണ്ട്. എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള മടി. അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും കഷ്ടം എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. അത് കാരണം ഞാൻ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടിയ ഒരു വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലുകളിൽ ഇപ്പം നിലവിൽ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോപ്പറായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ക്ഷമിക്കുക. എൻ്റെ യൂട്യൂബ് ഫാമിലി ആണെങ്കിലും, ഇൻസ്റ്റഗ്രാം ഫാമിലി ആണെങ്കിലും, ഫേസ്ബുക്കിലുള്ളവരാണെങ്കിലും എന്നോട് ക്ഷമിക്കുക. എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് കൂടുതലും എനിക്ക് സബ്സ്ക്രൈബും ഫോളോവേഴ്സും എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പം എല്ലാം തെന്നി മാറി ഞാൻ ഇപ്പോൾ എന്താ പറയണ്ട, ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. തട്ടിക്കൂട്ടിയുള്ള വീഡിയോസൊക്കെ ഇട്ട് അങ്ങനെ പോവാണ്. ഒരുമാതിരി നല്ല രീതിയിൽ എൻ്റെ ചാനൽ ഒന്ന് ഹൈ ലെവലിലേക്ക്, മീൻസ് നല്ല റീച്ചായി വരുമ്പോഴത്തേക്കിനും ഞാൻ അവിടെ ഡൗൺ ആവും. ഞാൻ പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതെ വരും. അങ്ങനെ എൻ്റെ ചാനലിൽ ഇനി അത് ബാധിക്കും. പിന്നെ എൻ്റെ ചാനലിൻ്റെ പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കിന് എൻ്റെ ചാനലിൽ നിന്ന് വ്യൂ നല്ല രീതിയിൽ കുറയുന്നുണ്ട്. ആ വ്യൂ കുറയുന്ന കാണുമ്പോഴത്തേക്കിന് ഇനി എനിക്ക് വയ്യ, ഇനി എനിക്ക് മടി എന്ന രീതിയിൽ പിന്നെയും ഞാൻ എൻ്റെ മനസ്സിനെ മടുപ്പിച്ച് കൊണ്ടുപോകും. പക്ഷേ ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ഇട്ടിട്ട് എൻ്റെ ചാനൽ ഒരുമാതിരി അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആകുമ്പോഴാണ് എനിക്ക് ഈ ഒരു സ്വഭാവം കയറുന്നത്. അപ്പോൾ അതിനെല്ലാം ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് എനിക്കിങ്ങനെ അത് ഇനി പ്രോപ്പറായിട്ട് എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ആണെങ്കിലും ക്രാഫ്റ്റിൻ്റെ ആണെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണം എന്നുള്ളിൽ നല്ല ആഗ്രഹമുണ്ട്. ബട്ട് അത് എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം എൻ്റെ യൂട്യൂബ് ചാനലിലൊന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ അല്ല ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ലോങ് ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ എന്താ പറയുന്നത് സത്യം പറഞ്ഞാൽ കറക്റ്റ് എനിക്കിങ്ങോട്ട് കിട്ടുന്നില്ല. ഞാൻ ഒരു ഐഡിയ ഇല്ലാതാണ് ഞാൻ പറഞ്ഞല്ലോ, ക്യാമറ ഓണാക്കി എന്തോ പറയേണ്ടതെന്ന് ഒരു തീരുമാനമില്ല, ഒരു ഐഡിയ ഇല്ലാതെ നിങ്ങളുടെ മുൻപിൽ ഞാൻ ഇരുന്നുകൊണ്ട് ഈ പറഞ്ഞുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ആൾക്കാരോടാണെന്ന് പറഞ്ഞാലും ക്യാമറയുടെ മുൻപിലാണെന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വാദം ഒരാതെ പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ ആദ്യമൊക്കെ എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് ഫേസ് കാണിച്ച് അപ്ലോഡ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മീൻസ് വീഡിയോസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ മാറി. ഇപ്പം ഞാൻ ഫേസ് കാണിച്ചൊക്കെ മീൻസ് വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് ആദ്യമൊക്കെ ആദ്യം തൊട്ടേ ഞാൻ എൻ്റെ ചാനലിലെല്ലാം വീഡിയോസ് ചെയ്യുന്നത് ഫേസ് കാണിച്ചായിരുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലി ആണ് ഞാനിപ്പോൾ ഫേസ് കാണിച്ച് ഞാൻ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എന്തോ ഞാൻ പറയുന്നത് എനിക്കറിയില്ല. എന്താണേലും ഇനി മുതൽ പ്രോപ്പറായിട്ട് ഞാൻ വീഡിയോസ് മാക്സിമം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. റെഗുലറായിട്ട് തന്നെ ഞാൻ ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും.
അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഈ പിന്തുണ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ എല്ലാവരും വീഡിയോസ് കാണുമ്പോഴത്തേക്കും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുക. അതുപോലെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ല ഫോളോ ചെയ്യാതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ചെറിയൊരു ബിസിനസ് എനിക്കുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ത്രൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഒരു ബെഡ്ഷീറ്റിൻ്റെ ഒരു ബിസിനസ്സുണ്ട്. ഞാൻ അതിനകത്തോട്ട് തന്നെ ഞാനിപ്പം ആലോചിക്കുന്നത് നമ്മുടെ 2 പീസ് സെറ്റ് ഉണ്ടല്ലോ, കോട്ട് സെറ്റ്, സാരി, ചുരിദാർ അങ്ങനെയുള്ളതും കൂടെ ആഡ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. സപ്പോർട്ട് കാണുമോ ഇല്ലയോ എന്നുള്ളത്. എല്ലാവരും ഇപ്പം ഈ ഒരു ഫീൽഡിൽ തന്നെയാണ് ബിസിനസ് കാര്യങ്ങളായിട്ട് കൊണ്ടുവന്നത്. മെയിനായിട്ട് ക്ലോത്തിങ്ങിൻ്റെ ഇതിൽ തന്നെയാണ് കൂടുതലും എല്ലാവരും കൊണ്ടുപോകുന്ന ബിസിനസ്സായിട്ട്. അപ്പം ഞാനും അത് ചെയ്താൽ സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, ചെയ്യണോ വീഡിയോസ്. മീൻസ് ബെഡ്ഷീറ്റ് ഓൾറെഡി എനിക്ക് നിലവിലുണ്ട്. ബെഡ്ഷീറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 പീസ് അങ്ങനെയുള്ളതും കൂടെ ചെയ്യണോ, സക്സസ് ആകുമോ എന്നുള്ള ഒരുപാട് ചിന്ത എന്നെ ഇങ്ങനെ ഭരിക്കുന്നുണ്ട്. അപ്പം ഇപ്പം നിലവിലുള്ള സപ്പോർട്ട് എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനിങ്ങനെ ചെറിയ രീതിയിൽ 2 പീസിൻ്റെയൊക്കെ ഒന്ന് സെറ്റപ്പ് തുടങ്ങിയാൽ അതിന് പിന്തുണ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഇനി എന്താ പറയാനുള്ളത്? ഇനി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇപ്പം ചെയ്ത് കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനിയുള്ള വീഡിയോസിലും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ചാനലുകളൊന്നും മറന്നിട്ടുള്ളതല്ല. എനിക്ക് ഓർമ്മയുണ്ട്, ബട്ട് എൻ്റെ മടിയാണ് എന്നെ ഇങ്ങനെ ഭരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് വീഡിയോസൊന്നും ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പോൾ മാക്സിമം തന്നെ ഞാൻ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത്, മാക്സിമം എന്നല്ല, ഞാൻ ഇനി പ്രോപ്പറായിട്ട് ഞാൻ തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ആ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരിക. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എന്തായാലും ഈ വീഡിയോയ്ക്ക് അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അതുകൂടെ ഒന്ന് കയറി കാണുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇപ്പം മഴ കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ വൈബിൽ ഇങ്ങനെ പോകുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താ പറയാനുള്ളത്? ഇനിയൊന്നും പറയാനില്ല. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ. അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ ഫേസ് കാണിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യണോ അതോ അല്ലാതെ ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ ഫേസ് കാണിക്കാതുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്താൽ മതിയോ? ആ ഒരു കാര്യവും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എനിക്ക് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നതിനോട് താല്പര്യമുണ്ട് എന്ന കോൺഫിഡൻസ് കുറവ്, ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ആ ഒരു കാര്യം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ ഒരുപാട് കൈയും കാലും ഇങ്ങനെ എടുത്തെടുത്താൻ തോന്നുന്നു. വീഡിയോസ് പറയുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഒരു മാതിരി കൊള്ളത്തില്ലെന്ന് തോന്നുന്നല്ലേ. എനിവേ എന്തായാലും മാക്സിമം നല്ല നീറ്റായിട്ട് നല്ല രീതിയിൽ തന്നെ വീഡിയോ ചെയ്യാനായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം, എന്തായാലും താമസിക്കാതെ തന്നെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.